നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 17/8/2026 മുതൽ 18/8/2027 വരെയുള്ള ഒരു വർഷക്കാലം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു വർഷത്തെ ഫലമായിട്ടാണ് ഇത് കാണുന്നത്. മലയാളികൾക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെ കൊല്ലവർഷം ആയി നമുക്ക് പറഞ്ഞ് ഫലം അതിനനുസരിച്ച് പറയാൻ സാധിക്കും. ഇവിടെ വ്യാഴത്തിന്, ശനിക്ക് ഒക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ ചൊവ്വയ്ക്കും ബാക്കി ഗ്രഹങ്ങളും എല്ലാം മാറുന്നുണ്ട്. വ്യാഴം 2026 ഒക്ടോബർ 31 ചിങ്ങം രാശിയിലേക്കും, കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും, തിരിച്ച് 2027 ജനുവരി 25 വീണ്ടും കർക്കിടകം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 2027 പിന്നെയും ചിങ്ങം രാശിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലം എടുക്കുമ്പോൾ, അതായത് 18/8/2027 വരെയുള്ള ഫലം എടുക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടതില്ല. ഈ രണ്ട് മാറ്റങ്ങൾ, കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും തിരിച്ച് ചിങ്ങത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും വ്യാഴമാറ്റം. അതുപോലെ ശനി 2027 ജൂൺ 3 മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സംക്രമിക്കുന്നു. തിരിച്ച് 19/10/2027 അത് വീണ്ടും തിരിച്ച് മീനത്തിലേക്ക് പോകുന്നു, പുറകോട്ട് സഞ്ചരിച്ച് പോകുന്നു. പിന്നീട് അത് 2028 ഇങ്ങോട്ട് തിരിച്ച് മേടത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് ശനിയുടെ മേടത്തിലേക്കും പിന്നെ തിരിച്ച് മീനത്തിലേക്കുമുള്ള സംക്രമം മാത്രം എടുത്താൽ മതി ഈ പുതുവർഷ ഫലം പറയുമ്പോൾ. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നു. ആ വ്യാഴം 5-ലോട്ട് പോകുന്നു. അതായത് 2026 ഒക്ടോബർ 31 വ്യാഴം കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പോകുന്നു. അത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. 4-ൽ തന്നെ ഉച്ചാവസ്ഥയിൽ നിന്ന സമയത്ത് അവർക്ക്, അതായത് ഈ ഒക്ടോബറിനകം തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് കിട്ടേണ്ടതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയ വാഹനം വരാം, വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാം, അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണം തുടങ്ങാം, മാതാവിൻ്റെ ഷെയർ, തറവാട് ഷെയർ ഭാഗം ചെയ്യുക, അതിൽ നിന്ന് ഇവർക്ക് ഗുണകരമായ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർ എവിടെയൊക്കെ തങ്ങുന്നു അവിടെ, അവരുടെ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും, വീട്ടിൽ തങ്ങുമ്പോൾ അവിടെയും, സമൂഹമധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഒക്കെ തന്നെ അവർക്ക് ചില സ്ഥാനമാനങ്ങളും ഉന്നതിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഗുണങ്ങൾ അവർക്ക് പ്രകടമായി കാണുന്നു. 2026 ഓഗസ്റ്റ് വരെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഇവർക്ക് 2026 ഓഗസ്റ്റിന് ശേഷം 2029 സെപ്റ്റംബർ 21 വരെ അല്പം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മാതാവിന് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അപകട സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരും വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം ഈ കാലയളവിൽ എന്ന് കാണുന്നു. എന്നാൽ 2027 ഫെബ്രുവരിക്ക് ശേഷം കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിന്നേക്കാം. 2027 ഫെബ്രുവരിക്ക് ശേഷം ഏകദേശം ഏപ്രിൽ മാസം വരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരികയോ, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവുക വഴി മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയോ, അല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബം വിട്ട് ദൂരെ നിൽക്കേണ്ടി വരികയോ ചെയ്തേക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അകലുന്നു എന്ന് സമാധാനിക്കാം. അതല്ല, കലഹമോ പ്രശ്നങ്ങളോ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ പേരിലും രണ്ടുപേരും രണ്ടിടത്തായി ഈ കാലയളവിൽ നിൽക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ജീവിത പങ്കാളികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് രോഗാവസ്ഥകളോ അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക വൈഷമ്യങ്ങളോ 2027 ഫെബ്രുവരി മുതൽ 2027 ഏപ്രിലിനകം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതൊക്കെ തന്നെയും 2026 നവംബർ വരെയും ഇവർക്ക് ഗുണകരമാണ്. അതിനുശേഷവും ഇവർക്ക് ഏകദേശം ജനുവരി വരെയും ഗുണമാണ്. തിരിച്ച് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത്ര നല്ലതെങ്കിലും ഉച്ചസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വ്യാഴം കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ, വ്യാഴം എന്ന ഗ്രഹം ഇവർക്ക് സമ്മാനിക്കുന്ന അനുഗ്രഹങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നിർലോഭം ഉണ്ടാകുമെന്ന് വേണം ചിന്തിക്കാൻ. പ്രത്യേകിച്ചും അവരുടെ ജന്മരാശിയുടെ 9-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴമാണ് 4-ൽ ഉച്ചനായിട്ടും പിന്നെ 5-ൽ ബന്ധുക്ഷേത്രത്തിലും നിൽക്കുന്നത്. സന്താനങ്ങളെ കൊണ്ട് ഗുണം, സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കൽ, അവരുടെ മംഗളകർമ്മങ്ങൾ നടക്കൽ, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നല്ല മാനസികമായ സന്തോഷം ലഭിക്കുന്ന ഒട്ടനവധി ജോലി സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായുള്ള ഉയർച്ച, ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
മാതാവിന് ഞാൻ പറഞ്ഞു 2026 സെപ്റ്റംബറിനകം ശാരീരികമായ അവശത, പ്രത്യേകിച്ചും ഓഗസ്റ്റ് 6 ശേഷം സെപ്റ്റംബറിനകം ശാരീരികമായ അവശത, പ്രത്യേകിച്ചും വാഹനവുമായി ബന്ധപ്പെട്ടെങ്കിലും ദോഷാവസ്ഥയുണ്ടാകാം. അതുപോലെ വർഷം 2027 ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാം, അല്ലെങ്കിൽ വലിയ ആദായത്തിൽ അവരുടെ ഭൂമിയോ വസ്തുവകകളോ വിറ്റുപോകാം. അതിന് വിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആദായമുള്ള വരുമാനം അതിൽ നിന്ന് ലഭിക്കാമെന്ന് കാണുന്നു. അതല്ലെങ്കിൽ നിലവിൽ വിൽപ്പനയൊന്നും ആവശ്യമില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണമാണ് വരേണ്ടതെങ്കിൽ വലിയ ഭൂമിയോ വലിയ വസ്തുക്കളോ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 2027 ഈ ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ആ വിധത്തിൽ വരുമാനം വർദ്ധിക്കുക, അല്ലെങ്കിൽ ആദായം ലഭിക്കുക ഭൂമിയിൽ നിന്നോ മറ്റു വസ്തുക്കളിൽ നിന്നോ ഒക്കെ കാണുന്നു. എന്നാൽ 2027 ഓഗസ്റ്റ് അടുപ്പിച്ച് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പൊതുവെ ഫലം നോക്കിയാൽ ശനിയുടെ മാറ്റം ഇവർക്ക് ജന്മശനി വരുന്നത് 2027 ജൂണിന് ശേഷമാണ്. വീണ്ടും അത് തിരിച്ച് 12 പോകുന്നെങ്കിലും ജന്മശനി വരുന്ന കാലഘട്ടം, അതായത് 2027 ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത, രോഗാവസ്ഥ ഇതൊക്കെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരും. ഒരു വർഷത്തെ ഫലമെടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കൃത്യമായി കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളൽ, സന്താനങ്ങളുടെ മംഗളകരമായ കാര്യങ്ങളിൽ മനസ്സിൽ നിന്ന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഗുണമാണ്. ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാകും. വിദേശവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. വർഷ അവസാനമാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശതയും അപകട സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വ്യാഴത്തിൻ്റെ നില 2026 ഒക്ടോബർ മാസം 31 ശേഷം കുറച്ചുകൂടി ജീവിതത്തിലെ ഭൗതിക നേട്ടങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അവർ വിജയിക്കുമെന്ന് കാണുന്നു. നല്ല ജോലി കിട്ടുക, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാവുക, കുടുംബത്തിൽ കൂടുതൽ ധനം വരുന്ന ആദായകരമായ കർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ഭദ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകത്തക്കവണ്ണമുള്ള മാനസിക ശാരീരിക ആരോഗ്യം കൈവരിക്കുക, ഭൗതിക നേട്ടങ്ങൾ കൂടുതലായി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, കുടുംബസ്വത്ത് ഭാഗിച്ചു കിട്ടൽ, അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങൽ, വീടിൻ്റെ നിർമ്മാണം, അറ്റകുറ്റപ്പണി ഇവ നടക്കലൊക്കെ കാണുന്നു. പുതിയ ഓഫീസിലേക്ക് മാറാനും പുതിയ പദവി കിട്ടാനും സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഒക്ടോബർ 31 ശേഷം. അതുപോലെ തന്നെ അവസാനം ജനുവരിക്ക് ശേഷം വീണ്ടും ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം, ബന്ധുമിത്രാദികളാൽ സഹായം കാണുന്നുണ്ട്. ഇവരുടെ തന്നെ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് വലിയ സഹായം ഇവർക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ നിലകളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ളതിൻ്റെ ആരംഭങ്ങൾ ചെയ്യാൻ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജനുവരിക്ക് ശേഷം സാധിക്കുമെന്ന് കാണുന്നു. പൊതുവേ ഒക്ടോബർ മുതൽ 2026 ഒക്ടോബർ അവസാനം മുതൽ 2027 ജനുവരി വരെ സാമ്പത്തിക നേട്ടവും ഭൗതിക നേട്ടവും നല്ല രീതിയിൽ കാണുന്നുണ്ട്. അത് പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ ഇവർ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വളരെ മികവുണ്ടാവുകയും ഇവരെക്കുറിച്ച് വിലപിടിപ്പുള്ള സമ്മതിപത്രം കിട്ടുകയും ചെയ്യാനുള്ള അവസ്ഥ കാണുന്നു. പുതിയ ഭൂമി വാങ്ങുക, പുതിയ വാഹനം വാങ്ങുക, പുതിയ സ്ഥലങ്ങൾ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സെപ്റ്റംബർ മാസം വരെ മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മുഖത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ, വൈദ്യുതാഘാതം ഏൽക്കുക, പൊള്ളലേൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി അസുഖങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. 2027 ഫെബ്രുവരിക്ക് ശേഷം ഇവർക്ക് വലിയൊരളവിൽ ധനം കിട്ടുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ കടബാധ്യതയൊക്കെ മാറ്റത്തക്കവണ്ണമുള്ള ധനം വരാം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇടപാടിൽ ഇവർക്ക് വല്ലാത്ത പരാജയമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2027 ഫെബ്രുവരിക്ക് ശേഷം 2027 ഏപ്രിലിനകം ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് കൃത്യമായി പണം അടച്ച് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കുന്നതായി കാണുന്നു. 2027 ഏപ്രിലിന് ശേഷം
മെയ് പകുതി വരെ ഇവർ വളരെ സൂക്ഷിക്കണം. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പിണക്കമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയോ ചെയ്യാം. പ്രണയമാണെങ്കിൽ പ്രണയത്തിന് ഭംഗം വരാനുള്ള സാധ്യത, ദാമ്പത്യ ബന്ധങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും അകൽച്ചയോ പരസ്പരം മാറി നിൽക്കലോ അല്ലെങ്കിൽ ജീവിത പങ്കാളികൾക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടാവുകയോ ചെയ്യാം. ഉദര സംബന്ധമായ അസുഖം ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗർഭസംബന്ധമായോ ഗർഭാശയ സംബന്ധമായോ പ്രശ്നങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 2027 ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രവർത്തന സംബന്ധമായി വളരെ വലിയ വിജയം ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകും. ഒന്നുകിൽ ഉയർന്ന പദവി, തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവ് കണ്ടിട്ട് മേലധികാരികളാൽ സഹായമുണ്ടാവുക, അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന ജോലി കിട്ടുക എന്ന് കാണുന്നു. അതുപോലെ 2027 ജൂൺ 3 ശേഷം ഇവർക്ക് സാമ്പത്തികമായി അധിക ചെലവും കാണുന്നുണ്ട്. കൂടുതൽ വരുമാനവും പദവിയും ഉണ്ടാകുമെങ്കിലും അതിന് ചിലവും വർദ്ധിക്കുന്നതായി കാണുന്നു. 2027 ഏകദേശം ഓഗസ്റ്റ് മാസം 18-ാം തീയതി വരെ ചെലവ് വർദ്ധിച്ചിരിക്കും എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്വന്തം പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന അമിതമായ വിശ്വാസം കൊണ്ട് ഈ ഓഗസ്റ്റ് മാസം 2027 അവസാനത്തോടു കൂടി, അതായത് ഓഗസ്റ്റ് മാസത്തോടു കൂടി, 2027 അവസാനം എന്ന് പറയുമ്പോൾ 1203 അവസാനത്തോടു കൂടി കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ മിഥുന മാസത്തിലോ ഒക്കെ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ സ്വന്തം പ്രവർത്തനങ്ങളിൽ അമിതമായ വിശ്വാസം കൊണ്ടുണ്ടാകാവുന്ന ചില അബദ്ധങ്ങളോ വഴി കർമ്മരംഗത്ത് ചില വിഘ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം വരെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവരുടെ കർമ്മരംഗത്തുള്ള കാര്യങ്ങൾക്ക് തടസ്സവും ഒക്കെ മാറും. പൊതുവേ കർമ്മരംഗം കുറച്ചുകൂടി ഊർജ്ജസ്വലമാകുന്നതായിട്ടാണ് കാണുന്നത് ഒക്ടോബർ മാസം 31 വരെ 2026. എന്നാൽ 2026 ഒക്ടോബറിന് ശേഷം ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ ചെറുതായിട്ട് തലപൊക്കുമെങ്കിലും കഴിഞ്ഞ 6 മാസമായി നേടിയ മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഇവർക്ക് വീണ്ടും കർമ്മരംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കൂടുതൽ ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർ ഇടപെടുന്നു എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും മേലധികാരികളുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. മറ്റേതെങ്കിലും തരത്തിൽ ഉന്നത പദവി വഹിക്കുന്നവരാണെങ്കിൽ ഭരണത്തിൻ്റെ ഉന്നത മേഖലകളിൽ വിഹരിക്കുന്നവരുമായി ഒത്തുപോകാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ജോലിയിലെ ഉത്സാഹം വർദ്ധിക്കുകയും അത് സാമ്പത്തികമായി കൂടുതൽ വരവിന് ആധാരമാവുകയും ചെയ്യും. 2026 സെപ്റ്റംബർ 21 വരെ, ഓഗസ്റ്റ് മുതൽ, അതായത് ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 2026 21 വരെ സ്വന്തം ശരീരത്തിൻ്റെ അപകട സാധ്യതകൾ ഇവർ മനസ്സിലാക്കണം. അഗ്നിയോ ഇലക്ട്രിസിറ്റിയോ വഴി ശരീരത്തിന് എന്തെങ്കിലും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവരുമായി ഭൂമി സംബന്ധമായ കാര്യങ്ങളിലോ ഓഹരി സംബന്ധമായ കാര്യങ്ങളിലോ വലിയ വഴക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൂർച്ചയുള്ള വസ്തുക്കളോ ആയുധങ്ങൾ പോലെയുള്ള കൂർത്തുമൂർത്ത ഉപകരണങ്ങൾ കൊണ്ടോ ഒക്കെ ശരീരത്തിൽ എന്തെങ്കിലും ക്ഷതമേൽക്കാനും സാധ്യതയുണ്ട്. ഉയരങ്ങളിൽ നിന്ന് വീഴാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ 2026 ഡിസംബർ 15 ശേഷം 2027 ജനുവരി അവസാനം വരെ ഇവരുടെ മാതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. മാതൃകുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ കാലഘട്ടത്തിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വാഹനം ഓടിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. 2027 മാർച്ച് 22 ശേഷം ഇവർക്ക് വലിയ ചില പദവികൾ ഉണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് തങ്ങളുടെ മേഖലയിൽ ഇവർക്ക് കുറച്ചുകൂടി ശക്തമായി ഇടപഴകാൻ സാധിക്കുന്നതായി കാണുന്നു. കൂടുതൽ പ്രൊഫഷണലി വർദ്ധിക്കുന്ന തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ കൂടുതൽ ഇമ്പാക്റ്റ്, അതായത് പോസിറ്റീവായ അനുകൂലമായ ഒരു ശക്തി ഉണ്ടാകുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ ജോലിസ്ഥലത്ത് ഇവർക്ക് വരുത്താൻ സാധിക്കുന്നു. അത് കർമ്മമേഖലയെ കൂടുതൽ ഗുണകരമായ അവസ്ഥയിൽ എത്തിക്കുന്നു എന്ന് കാണുന്നു. 2027 മെയ് 27 ശേഷം കുടുംബവുമായി ബന്ധപ്പെട്ട അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. 2027 മെയ് 15-16 ശേഷം ഇവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലോ ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈകാരികമായി കുടുംബത്തിലെ പങ്കാളിയുമായി, ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരികമായ അവശത വരികയോ, ഈ പറഞ്ഞതുപോലെ പുരുഷ നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായോ പ്രസവ സംബന്ധമായോ എന്തെങ്കിലും അവശതകൾ നേരിടേണ്ടി വരുന്ന കാലഘട്ടമായി കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം 2027 ജൂണാണ്.
ശാരീരികമായ ചില അവശതകൾ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാം. അതുകൊണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കണമെന്നും കട്ടിയുള്ള ലോഹങ്ങൾ പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തണമെന്നും കാണുന്നു. എന്നാൽ 2027 ജൂൺ മാസത്തിന് ശേഷം ഇവർക്ക് കർമ്മരംഗത്ത് വലിയ ചില വികാസങ്ങൾ പ്രാപിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും വരുമാനത്തിൽ വലിയ വർധനവുണ്ടാവും. തങ്ങളുടെ മേഖലയിൽ അജയ്യരായി ഇവർ തെളിയിക്കപ്പെടുകയും അതിനനുസരിച്ച് ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. സത്യത്തിൽ ഭാഗ്യക്കുറി വരെ അടിക്കാവുന്നൊരു കാലഘട്ടമാണ് 2027 ജൂണിന് ശേഷം 2027 ഓഗസ്റ്റ് 18 വരെയുള്ള കാലഘട്ടം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന അവസ്ഥയൊക്കെ ഈ കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 ഒക്ടോബർ മാസം അവസാനത്തിന് ശേഷം സാമ്പത്തിക നേട്ടം കൂടുതലായി കാണുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നതായി കാണുന്നു. തങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിർഭാഗ്യത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിരുന്നവർക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. സമ്പൂർണ്ണമായ ഈശ്വരാധീനം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി തങ്ങളുടെ മേലധികാരികളുമായോ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുമായോ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് ഇവർക്ക് ഒരുമയിൽ പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അധികാരവർഗവുമായോ നിയമവുമായോ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണം കാണുന്നു. അതല്ലെങ്കിൽ ഭരണതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടൊക്കെ വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടത്തിലും പ്രവർത്തനങ്ങളുടെ തൊഴിൽ മേഖലയുടെ കാര്യത്തിലുമൊക്കെ ഇത് ഗുണകരമാണ്. എന്നാൽ 2026 നവംബർ മാസം 6-ാം തീയതി വരെ ഇവരുടെ മുഖം വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അതായത് നെറ്റിത്തടം, കൺപുരികങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, മോണ ഈ ഭാഗങ്ങളിലൊക്കെ, ചെവി ഈ ഭാഗങ്ങളിലൊക്കെ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ തീ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. മുഖത്തിൻ്റെ ചർമ്മങ്ങൾക്ക് ചൂട് സഹിക്കാൻ വയ്യാതെയുള്ള ചില അലർജിക് അസുഖങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 2027 ഫെബ്രുവരിക്ക് ശേഷം ഇവരുടെ മാതൃകുടുംബത്തിലോ രക്ഷാകർതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ എന്തെങ്കിലും ശാരീരികമായ അവശതയോ ചില ശസ്ത്രക്രിയകളെ നേരിടേണ്ടി വരികയോ ചെയ്യാം. ഈ സമയം ഇവർക്ക് പുതിയ വാഹനമോ പുതിയ വീടോ വരുമെന്നും കാണുന്നുണ്ട്. എന്നാൽ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മാതാവിനോ അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്കോ പിതാവിനോ ശാരീരികമായി അത്ര നല്ല കാലഘട്ടമല്ല അത് എന്നും കാണിക്കുന്നുണ്ട്. 2027 മെയ്ക്ക് ശേഷം ഇവർക്ക് കൂടുതൽ സാമ്പത്തിക ഗുണമുണ്ടാകുന്നതായി കാണുന്നു. ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്ക് നിറവേറ്റപ്പെടാനായി ചില കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി നിറവേറ്റാൻ, ചില വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു. സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനവും രോഗാവസ്ഥകളിൽ നിന്ന് മുക്തിയുമൊക്കെ ഈ കാലഘട്ടത്തിൽ 2027 മെയ് മുതൽ 2027 ജൂൺ അവസാനം വരെയും ഇത് തുടർന്നു വരുന്ന കാലമാണ് കാണുന്നത്. എന്നാൽ 2027 ജൂൺ അവസാനത്തിന് ശേഷം അല്പം ശ്രദ്ധിക്കണം. ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായോ സഹോദര സ്ഥാനത്തുള്ളവരുമായോ കലഹമുണ്ടാകാം. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് ശരീരത്തിന് ക്ഷതം ലഭിക്കുകയോ അല്ലെങ്കിൽ കേസ്, കോടതി മുതലായവയുമായി ഇടപെടുകയോ ചെയ്യേണ്ടി വരുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 2027 ജൂണിന് ശേഷം കർമ്മരംഗത്ത് ചില മാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും വെല്ലുവിളികൾ അതിനനുസരിച്ച് ഇവർക്ക് എതിരെ ഉണ്ടാകുമെന്ന് കാണുന്നു. പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം പ്രത്യേകിച്ച് 2026 ഒക്ടോബറിന് ശേഷം 2027 ജനുവരി 25 വരെയുള്ള വ്യാഴത്തിൻ്റെ നില ഇവർക്ക് വളരെ ഗുണകരമാണ്. അത് വളരെ ഈശ്വരാധീനവും കർമ്മരംഗത്ത് കൂടുതൽ പ്രവർത്തനവും അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉയർച്ച കാണുന്നു. ഏറ്റവും മോശപ്പെട്ട കാലഘട്ടങ്ങൾ, അതായത് പ്രത്യേകിച്ച് 2027 ഓഗസ്റ്റ് മാസം തൊട്ട് വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ ചില അവശതകൾ, ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരൽ, ഇതെല്ലാം കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 ഒക്ടോബർ വരെ ചെലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും ഒക്ടോബർ മാസം അവസാനത്തിന് ശേഷം ഇവർക്ക് കുറച്ചുകൂടി ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ സന്താനങ്ങളുടെ കാര്യത്തിലോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ കാര്യത്തിലോ
അല്ലെങ്കിൽ ഇവർ ആശ്രിതരായി വിചാരിക്കുന്ന ആളുകൾക്കോ വളരെ ഉയർന്ന ചില നിലകൾ ഉണ്ടാവുകയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും. സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങൾ നടക്കുകയോ തങ്ങളുടെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുകയോ ചെയ്യാം. അതായത് ഈ ചിങ്ങക്കൂർപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് ജീവിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു. അതെല്ലാം 2026 ഒക്ടോബർ 31 ശേഷം സാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ജനുവരി വരെ വളരെ ഗുണകരമായ അവസ്ഥ കാണുന്നു. എന്നാൽ ജനുവരി പകുതിക്ക് ശേഷം ഇവർക്ക് വീണ്ടും സാമ്പത്തികമായി ചില അധിക ചെലവുണ്ടാകുന്നതായി കാണുന്നുണ്ട്. 2026 സെപ്റ്റംബർ വരെ ഇവർക്ക് നല്ല വരുമാനമുണ്ടാകുന്നു. ചിലപ്പോൾ പുതിയ ഭൂമിയോ വസ്തുക്കളോ വാങ്ങിക്കാൻ സാധിക്കുന്നു. സഹോദരങ്ങൾക്കും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ സഹായിയായി നിലകൊള്ളുന്നതായും കാണുന്നു. എന്നാൽ 2026 നവംബറിന് ശേഷം സാമ്പത്തികമായി ഗുണമുണ്ടാകുമെങ്കിലും ജനുവരി വരെ 2027 ജനുവരി വരെ സാമ്പത്തിക ഗുണമുണ്ടാകുമെങ്കിലും ശാരീരികമായ ചില അവശതകൾ ഇവരെ വേട്ടയാടാം. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായോ നയന സംബന്ധമായോ പേശി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഈ ചിങ്ങക്കൂർപ്പെട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് മാതാവിനോ പിതാവിനോ രോഗാവശതകൾ വരാം. അതുവരെ വല്ലാതെ മാനസികമായി തളർത്താമെന്ന് കാണുന്നു. 2027 മാർച്ചിന് ശേഷം മാതാവിൻ്റെ രോഗാവസ്ഥകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അപകട സാധ്യതകൾ ചിലത് കാണുന്നു. പ്രത്യേകിച്ച് ഉയരങ്ങളിലുള്ള കെട്ടിടങ്ങളിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തണം. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. 2027 ജൂണിന് ശേഷം ഇവർക്ക് നല്ല സാമ്പത്തിക ഭദ്രത വരുന്നതായി കാണുന്നു. പൊതുവേ സാമ്പത്തികത്തിന് വലിയ ദോഷം ഇവർക്ക് ഈ പുതുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു സ്റ്റഡിയായ ഇൻകം, ഒരേ രീതിയിൽ ഇവർക്ക് വർദ്ധിച്ചു വരുന്ന ഒരു ഇൻകത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ടും കാണുന്നുണ്ട്. 2027 ജൂണിന് ശേഷം കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നത് പോലെയുള്ള കർമ്മങ്ങൾ നടത്തുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷി ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ഏറ്റിരുന്ന ചില വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാനും ഈ മാസങ്ങൾ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ 2027 ജൂണിന് ശേഷം അല്പം ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇവരുടെ പിതാവിനത്ര നല്ലതല്ല. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ടോ ഉയർന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർ ഏറ്റിരുന്ന ചില കരാറുകളിൽ ചില മങ്ങലുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവരുടെ സന്താനങ്ങളുടെ വിദേശ സംബന്ധമായ പഠനത്തിനോ അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ വിദേശ സംബന്ധമായ ചില കാര്യങ്ങൾക്കോ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഏകദേശം 2027 ഓഗസ്റ്റ് 18 വരെ നിലനിൽക്കുമെന്നാണ് കാണുന്നത്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായും പ്രവർത്തന സംബന്ധമായും ഗുണമുണ്ടെങ്കിലും പറഞ്ഞ ഈ ദോഷ സമയങ്ങളിൽ ധനമൊക്കെ ഉണ്ടാകുമെങ്കിലും ശാരീരിക അവശതയും ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് 2027 ഓഗസ്റ്റിന് ശേഷം കുടുംബ ബന്ധങ്ങളിലും ചില ഉലച്ചിൽ കാണുന്നുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം വരെ ഇവർക്ക് വരുമാനത്തിൽ ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുകയും അതിന് കൃത്യമായി വരുമാനം വാങ്ങുകയും ചെയ്യുമെന്ന് കാണുന്നു. എന്നാൽ 2026 ഒക്ടോബറിന് ശേഷം ഇവരുടെ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടിയോ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വീട് നിർമ്മാണം തുടങ്ങി ഉടൻ തന്നെ ലാഭം കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. 2027 ഫെബ്രുവരിക്ക് ശേഷം ഇവർ ആരോഗ്യ സംബന്ധമായി കുറച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കും പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. അല്ലെങ്കിൽ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ തല തൊട്ട് ഏതാണ്ട് ത്രോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആ സമയത്ത് തണുപ്പ് കാലാവസ്ഥ കൂടി വരുന്നു ഇതിനിടയ്ക്ക് എന്നുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം ഇവരൊന്ന് കാണുന്നു. പ്രത്യേകിച്ചും ജലരാശിയിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ. എന്നാൽ 2027 മെയ്ക്ക് ശേഷം ഇവരുടെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ കുറച്ചുകൂടി അഭിവൃദ്ധി ഉണ്ടാകുന്നതായി കാണുന്നു.
മാതാവിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടിയാണോ കുറേ കാലമായി അധ്വാനിച്ചിരുന്നത് ആ മേഖലകളിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക ലാഭവും വസ്തുലാഭവും ഒക്കെ കിട്ടുകയോ ചെയ്യാം. എന്നാൽ വാഹനാപകടത്തിന് സാധ്യത ഈ 2027 മെയ് മാസത്തിന് ശേഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാതാവ് മൊത്തു സഞ്ചരിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൂക്ഷിക്കണം. മാതാവിന് ഇവരുടെ കൂടെ സഞ്ചരിച്ചാലും ശരി അല്ലെങ്കിലും വാഹനാപകടങ്ങളിൽ പെടുന്നതായി കാണുന്നുണ്ട്. 2027 ജൂണിന് ശേഷം സന്താനങ്ങൾക്കും ചെറിയ രോഗാവസ്ഥകൾ കാണുന്നു. എന്നാൽ 2027 ഓഗസ്റ്റ് തൊട്ട് ഇവർക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും 2027 ജനുവരി മുതൽ അത് വളരെ വലിയ ഒരു ലെവലിലേക്ക് സാമ്പത്തികം വരും. ഇതിനിടയ്ക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക വരവിന് വലിയ ദോഷം കാണുന്നില്ല. തങ്ങളുടെ കുറേ കാലത്തെ കുറവുകൾ പരിഹരിക്കത്തക്കവണ്ണം കടബാധ്യത ഉൾപ്പെടെയുള്ള കുറവുകൾ പരിഹരിക്കത്തക്കവണ്ണമുള്ള സാമ്പത്തിക മേന്മ ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. 2027 ജൂണിന് ശേഷം ഇവർ അല്പം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും കന്നിക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖമുണ്ടാകാം. ഗർഭാശയ സംബന്ധമായോ ഉദര സംബന്ധമായോ അസുഖമുണ്ടാകാം. അല്ലെങ്കിൽ അവരെ ചൊല്ലി എന്തെങ്കിലും അപവാദങ്ങൾ ഇവർ കേൾക്കേണ്ടി വന്നേക്കാം. അത് ഏകദേശം 2027 ഓഗസ്റ്റ് മാസം പകുതി വരെ തുടരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം ആരോഗ്യവും അപ്പോൾ ശ്രദ്ധിക്കണം. മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 ഒക്ടോബർ അവസാനം വരെയും കർമ്മരംഗത്ത് വലിയ ചില മാറ്റങ്ങൾ ഇവർ നടത്തുമെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടുതൽ ആശയങ്ങൾ, നവീനമായ ആശയങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ തങ്ങളുടെ കടബാധ്യത അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന പോരായ്മ, ആ പോരായ്മ സമ്മാനിച്ച സാമ്പത്തിക പരാധീനത, ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ച് 2026 ഒക്ടോബറിന് ശേഷം, അതായത് ഒക്ടോബർ 31 ശേഷം കൂടുതൽ വരുമാനം ഇവർക്ക് വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കൃത്യമായി കിട്ടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ജോലിയുടെ കുറവോ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും കുറവോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരമായി മാർഗങ്ങൾ ഉണ്ടാകുന്നു. ജോലി ലഭിക്കുകയോ, ചിലപ്പോൾ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സർക്കാർ തലത്തിൽ തന്നെ ഭരണതലങ്ങളിൽ ഉന്നതമായ ജോലി കിട്ടാം. അതല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുമാന സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് നല്ല വ്യത്യാസം ഇവർക്ക് വരുന്നതായി കാണുന്നു. നവംബറിന് ശേഷവും അതുപോലെ തന്നെ ഏകദേശം 2027 ജനുവരി വരെയും നല്ല സാമ്പത്തികം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അത് തുടരെ 2027 ജനുവരി മാസം അവസാനം വരെയും കർമ്മരംഗത്തുള്ള വ്യത്യാസവും പുരോഗതിയും അതുപോലെ സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. എന്നാൽ 2027 ഫെബ്രുവരിക്ക് ശേഷം ഇവർ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സ്വന്തം ശാരീരികമായ അവശതയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇവരുടെ ജീവിത പങ്കാളിക്കും ശാരീരികമായി അപ്പോൾ അത്ര നല്ലതല്ല. ചിലപ്പോൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം അകന്നു നിൽക്കേണ്ട ചില അവസ്ഥ വരാം. അത് ഒരുപക്ഷെ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായ അവശത കൊണ്ടോ രണ്ടിടങ്ങളിലായി കഴിയേണ്ടി വരുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. 2027 ജൂണിന് ശേഷവും ഇവർ അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തികമായ വരുമാനത്തിനും ഇവരുടെ പ്രവർത്തന മേഖലയിലുള്ള കൂടുതൽ ഉയർച്ചയ്ക്കുമൊന്നും ദോഷം കാണുന്നില്ലെങ്കിലും ഇവർക്ക് ചില ശാരീരികമായ അവശതകൾ, വാഹന അപകട സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ താമസിച്ച ഇടത്ത് എന്തെങ്കിലുമൊക്കെ ശത്രുത ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായി വരാം. ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വസ്തു ചിലപ്പോൾ വിറ്റ് കൂടുതൽ ഗുണമുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം. എന്നാൽ വൈകാരികമായ ചില വിഷമങ്ങൾ ആ വിൽപ്പനയിലൂടെ ഇവർ നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. 2027 ജൂൺ വരെ ഇവർക്ക് കടബാധ്യതയിൽ നിന്നുള്ള മോചനത്തിനൊക്കെ വലിയൊരളവിൽ ആശ്വാസമുണ്ടാകും. പ്രത്യേകിച്ച് 2027 ഏപ്രിൽ മാസത്തിന് ശേഷം ജൂൺ വരെ കടബാധ്യതയിൽ നിന്ന് നല്ല രീതിയിൽ മോചനവും, കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന ദുഃഖത്തിനോ വിഷമങ്ങൾക്കോ ഒക്കെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ 2027 ജൂണിന് ശേഷം ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വിഷമം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓഗസ്റ്റ് അവസാനം വരെ, ഏകദേശം ഓഗസ്റ്റ് പകുതി വരെ തുടരുമെന്നും കാണുന്നു. അതായത് 2027 ഓഗസ്റ്റ് പകുതി വരെ. അടുത്തതായി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 സെപ്റ്റംബർ മാസം 21 വരെ സ്വന്തം
കാര്യങ്ങളിൽ വളരെ വലിയ ചില മികവുകൾ പുലർത്തേണ്ടി വരും. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ സ്പീഡ് കൂടുതൽ ഉള്ള ചില പ്രവർത്തനങ്ങൾ ഇവർക്ക് പൊതുവേ ഉണ്ട്. ചൊവ്വയാണ് ഇവരുടെ ജന്മലഗ്നാധിപൻ. എടുത്തുചാട്ടവും അതുപോലെ തന്നെ ഈ എപ്പോഴും ഒരു ഇളക്കത്തിൻ്റെ ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ വേഗത ഇവരുടെ ഒരു ഹരമാണ്. അപ്പോൾ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്ന് തന്നെ പറയുന്നു. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസം 20-21 വരെ 2026. അതിനുശേഷം ഇവർക്ക് സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റം വരുന്നു. പ്രത്യേകിച്ചും 2026 ഒക്ടോബറിന് ശേഷം തങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയ മാറ്റം വരുന്നുണ്ട്. എന്തായാലും 2026 ഒക്ടോബറിനകം ചില മംഗളകർമ്മങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഒന്നുകിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അതായത് വൃശ്ചികത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിവാഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവാം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കരാറടിസ്ഥാനത്തിൽ ചെയ്യുന്നുവെങ്കിൽ ആ കാര്യങ്ങളിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. 2026 നവംബർ മുതൽ ഇവർക്ക് കർമ്മ മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരായ വ്യക്തികളുമായി സഹകരിച്ചു കൊണ്ടുള്ള ചില പുതിയ പ്രവർത്തനങ്ങളോ വിദേശത്തോ സ്വദേശത്തോ ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നു. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഉന്നത തലങ്ങളിലുള്ള വ്യക്തികളോ ഒക്കെ ഇവരെ അതിന് സഹായിക്കുമെന്നും കാണുന്നുണ്ട്. 2026 ഒക്ടോബറിന് ശേഷം സാമ്പത്തികമായി വർധനവുണ്ടാകും. അത് അങ്ങനെ കൈവിട്ടു പോകുന്നൊരു ധനമായിരിക്കില്ല. സംഭരിച്ചു വയ്ക്കാൻ തക്കവണ്ണമുള്ള ധനം ഇവർക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2026 ഡിസംബറിനകം പുതിയ വീട് വാങ്ങുകയോ പുതിയ വസ്തു വാങ്ങുകയോ ഒക്കെ ചെയ്യും. 2027 ഫെബ്രുവരി വരെ ചെലവർപ്പം വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ 2026 ഡിസംബറിനുള്ളിൽ വീട് വാങ്ങുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അതുപോലെ സ്വന്തം വാക്കുകൊണ്ട് ചില ശത്രുതകൾ ഉണ്ടാകാമെന്ന് കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായൊക്കെ പിണങ്ങിപ്പിരിയാമെന്ന് കാണുന്നു. പിതാവുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2026 ഡിസംബറിനും 2027 ഫെബ്രുവരി 8-നും ഇടയിൽ അതിന് വലിയ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 2027 ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് അവസാനത്തിനകം സ്വന്തം ശാരീരികമായ ചില മുറിവുകളോ അപകടങ്ങളോ പൊള്ളലോ ഒക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. എടുത്തുചാട്ടം വളരെ അത്യുന്നതമായ അവസ്ഥയിലാകുന്ന ഒരു കാലമാണത്. അതുകൊണ്ട് തന്നെ വാഹനം വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ ഓടിക്കണം. ഉയരങ്ങളിൽ കയറുമ്പോഴും ശ്രദ്ധിക്കണം. ഇലക്ട്രിസിറ്റിയുമായും തീയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ളവർ ഇവരുമായൊക്കെ ഇടപഴകുമ്പോൾ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. സുരക്ഷാ സേനകളിലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവരും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നുണ്ട്. 2027 ജൂണിന് ശേഷം ഇവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. ഈ വർഷം പൊതുവേ അവരുടെ സാമ്പത്തികവും പ്രവർത്തന രംഗവും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. അതിൽ 2027 ജൂണിന് ശേഷം നല്ല രീതിയിൽ ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപഴകാനും അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും സാധിക്കും. 2027 ഓഗസ്റ്റ് മുതൽ മാതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. 2026 ജൂൺ മാസത്തിന് ശേഷം ഇവർക്ക് ഇവരുടെ നിലനിൽപ്പിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുക്കളെയൊക്കെ നിശേഷം ഇവർക്ക് ഒതുക്കാൻ സാധിക്കും. ദുർവിധികൾക്കെതിരെ പടപൊരുതാൻ സാധിക്കും. കാലത്തിന് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുക വഴി ഇവർ ജീവിതത്തിൽ അജയ്യരായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഓഗസ്റ്റ് മാസം വരെ 2027 ഓഗസ്റ്റ് വരെ ഈ വിജയത്തിൻ്റെ കഥ തുടരുന്നതായും കാണുന്നു. എന്നാൽ ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലുണ്ട്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 2026 ഒക്ടോബർ മാസം അവസാനം വരെ ഇവർക്കുണ്ടായിരുന്ന ഈശ്വരാധീനത്തിൻ്റെ കുറവ് മാറുന്നതായി കാണുന്നു. അതായത് 2026 ഒക്ടോബർ മാസം അവസാനത്തിന് ശേഷം നവംബർ മാസം മുതൽ ഇവരുടെ ഈശ്വരാധീനം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉയർന്ന മേലധികാരികൾ ഇവരോട് കൂടുതൽ അനുതാപപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. ഇവരുടെ കർമ്മ മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. തങ്ങളുടെ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും പാടെ അവസാനിക്കുന്നതായും തങ്ങളെക്കുറിച്ച് കൂടുതൽ മതിപ്പുണ്ടാകുന്നതായും കാണുന്നു. ഒരുപക്ഷേ
പ്രവർത്തന മേഖലയിലെ വിജയം ഇവർക്ക് സ്വന്തം രാജ്യത്തോ സ്വന്തം സംസ്ഥാനത്തോ കൂടുതൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വരെ സാധ്യത കൂട്ടുന്നതാണ്. അതുപോലെ തങ്ങൾ വിദേശത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ധനുക്കൂറിൽപ്പെട്ടവർ വിദേശത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 2026 ഒക്ടോബറിന് ശേഷം കൂടുതൽ അധികാരം ഇവർക്കുണ്ടാകുന്നു. വിദേശത്ത് അവർക്ക് സ്വന്തം നില ഉറപ്പിക്കാൻ സാധിക്കുന്നു, അവിടുത്തെ പൗരത്വം സ്വീകരിക്കാൻ സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെയുള്ള തടസ്സങ്ങൾ മാറുന്നു. അധികാരവർഗം ഇവരോട് കൂടുതൽ ഇഷ്ടത്തോടുകൂടി പ്രീതിയോടുകൂടി പ്രവർത്തിക്കുന്നതായി കാണുന്നു. ധനപരമായി നല്ല മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ജോലിയിൽ തന്നെ ഉയർച്ച ഉണ്ടാവുകയും അതിൽ നിന്ന് വരുമാനത്തിൽ വർധനവുണ്ടാവുകയും ചെയ്യുന്നു. 2026 ഡിസംബർ വരെ ഇവർ കർമ്മരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുമെന്നാണ് കാണുന്നത്. അത് 2027 ഫെബ്രുവരി വരെ ധനം വർദ്ധിക്കുന്ന രൂപത്തിലുമൊക്കെ തന്നെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്നാൽ 2027 മാർച്ചിന് ശേഷം ഇവരുടെ സാമ്പത്തികം ചെലവ് വർദ്ധിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ നാട്ടിൽ വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കുറേ അധികം പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവരെയൊക്കെ സാമ്പത്തികമായി സഹായിക്കും ഈ കാലഘട്ടത്തിൽ. അങ്ങനെ കുറേ പണം പോകുമെന്ന് കാണുന്നുണ്ട്, അങ്ങനെ കുറേ പണം ചെലവഴിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. 2027 ഫെബ്രുവരിക്കും 2027 മാർച്ച് ഒടുവിലിനും ഇടയിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാവുക. 2027 ജൂണിന് ശേഷം ഇവരുടെ മുഖത്തിൻ്റെ ഭാഗങ്ങൾക്കോ, അതായത് തല മുതൽ ത്രോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റിന് ശേഷം ആ കാര്യങ്ങളൊക്കെ പൂർവാധികം ഭംഗിയോടെ തിരിച്ചു വരുന്നതായും സാമ്പത്തികമായി കൂടുതൽ ഗുണമുണ്ടാകുന്നതായും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹം ഉണ്ടാകുന്നതായും കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവർക്ക് നേരിയ ശാരീരികമായ അവശത ഈ കാലഘട്ടത്തിലുണ്ടാവാം. 2027 ജൂണിന് ശേഷം ഇവരുടെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറുന്നതായും കുറച്ചുകൂടി പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നതായും കാണുന്നു. എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ ചില വിഷമങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിൽ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2027 ഓഗസ്റ്റ് മാസം പകുതി വരെ ഈ ചെറിയ ദോഷാവസ്ഥകൾ തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിനകം ഇവർക്ക് നല്ല വരുമാന വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ചു കാലം സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നതുകൊണ്ടുള്ള കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അല്ലെങ്കിൽ വലിയൊരളവ് വരെ ആശ്വാസം കിട്ടുന്ന തരത്തിൽ ധനപരമായൊരു വരവ് കാണുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ കാര്യത്തിലും ഇവർക്ക് ഉയർച്ച കാണുന്നു. 2026 ഓഗസ്റ്റിന് മുമ്പ് ഇവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ആദായം ഉണ്ടാക്കാൻ തരത്തിൽ ആ പ്രവർത്തന മേഖല വിപുലപ്പെടുത്താൻ സാധിക്കുന്നതായി കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർമ്മരംഗത്ത് ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങളിൽ വലിയ വിജയമുണ്ടാകുന്നതായി കാണുന്നു. കൂടുതലായി യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വിദേശവുമായി ചില കരാറുകൾ ഉണ്ടാകും. അതിനൊക്കെ തന്നെ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തിക മേഖല വർദ്ധിക്കും. എന്നാൽ 2026 നവംബർ മുതൽ സാമ്പത്തികം വരുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികം വിനിയോഗിക്കുന്ന കാര്യത്തിലോ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടാകാമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അധികാരവുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരായ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ, വ്യാപാരങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അത് ചിലപ്പോൾ ചെറിയ തോതിലെങ്കിലും തൊഴിൽ മേഖലയെ സ്വാധീനിക്കാമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തുക. 2026 ഡിസംബർ മാസം, അതായത് 2026 ഒക്ടോബറിന് ശേഷം 2026 ഡിസംബർ വരെയുള്ള കാലഘട്ടം ഇവരുടെ പിതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. അവർക്കെന്തെങ്കിലും ശാരീരികമായ അവശതയോ അവരുടെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാൽ അവർക്ക് ചില ശാരീരിക ക്ഷതമോ മാനസിക വൈഷമ്യമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഈ വർഷത്തിൽ 2026 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പുതിയ വ്യാപാര സംഭവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കരാർ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളോ ചെയ്യുന്നെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തണമെന്നും കാണുന്നു. ചെറിയ ചില തെറ്റുകൾ, അബദ്ധങ്ങളൊക്കെ ഈ കരാർ നഷ്ടപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ കരാർ നമുക്ക് ലാഭമല്ലാത്ത രീതിയിൽ പോകേണ്ട അവസ്ഥ വരുന്നതായോ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. 2027 ജനുവരി അവസാനത്തിന് ശേഷം സാമ്പത്തികമായി നല്ല വരുമാനം കാണുന്നുണ്ട്. അത് നല്ല രീതിയിൽ അങ്ങോട്ട് തുടരുമെന്ന് കാണുന്നു.
മാർച്ച് അവസാനം വരെയും സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. മാർച്ചിന് ശേഷം അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ശാരീരികമായ ചില പ്രശ്നങ്ങളാൽ കുറച്ച് സാമ്പത്തികം പോകുമെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളോ സഹോദരങ്ങളോ, മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് വേണ്ടിയോ മറ്റു ബന്ധുക്കൾക്ക് വേണ്ടിയോ പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. ഒരുപക്ഷെ അവരുടെ ആശുപത്രിവാസമോ മറ്റുമൊക്കെ ആകാം. ഇത് 2027 മെയ് മാസം അവസാനത്തിനകം സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ 2027 ജൂൺ മുതൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ വേണമെന്ന് കാണുന്നു. പൊതുവേ 2027 ജൂണിന് ശേഷം സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും കുറച്ചുകൂടി പുരോഗതി ഉണ്ടാവുമെങ്കിലും പ്രവർത്തന മേഖലയിൽ ചില ശത്രുക്കൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 2027 ജൂൺ മാസം തുടക്കത്തിന് ശേഷം. അത് ഏകദേശം 2027 ഓഗസ്റ്റ് പകുതി വരെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇടത്തിൽ ചിലപ്പോൾ ചില എതിരഭിപ്രായങ്ങൾ വരികയും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കലഹമോ പ്രശ്നമോ ഉണ്ടാവുകയും ചെയ്തേക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റത്തെ കൗശലവും ബുദ്ധിപരവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉചിതം. പൊതുവെ 2027 ഒക്ടോബർ അവസാനം വരെ ഇവർക്ക് ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2027 ജനുവരിക്ക് ശേഷവും സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും ഗുണമാണ്. 2027 ജൂണിന് ശേഷമാണ് പിന്നീട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒക്ടോബർ മാസം വരെ സാമ്പത്തികമായി ചില ചെറിയ പരാധീനതകളും പ്രശ്നങ്ങളും നേരിടാമെങ്കിലും 2026 ഒക്ടോബർ അവസാനത്തിന് ശേഷം സാമ്പത്തികമായി കൂടുതൽ ഗുണമുണ്ടാവും. ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി, ഉയർന്ന നിലയിലുള്ള ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഏത് ജോലിക്കാണോ അവർ അപേക്ഷിക്കുക അത്തരം കാര്യത്തിലെ തടസ്സങ്ങൾ മാറുകയോ സാമ്പത്തികം കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ഇടപഴകാൻ സാധിക്കുകയോ ചെയ്യുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് സർക്കാർ തലത്തിലുള്ള ജോലി അപേക്ഷിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട്. കുംഭക്കൂറിൽപ്പെട്ടവരുടെ ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും ഉന്നത സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. 2026 സെപ്റ്റംബർ അവസാനത്തിനകം ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായി എന്തെങ്കിലും വ്യാധി ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ചിലപ്പോൾ ചില ശസ്ത്രക്രിയയെ നേരിടേണ്ടി വരുന്നതായും കാണുന്നുണ്ട്. എന്നാൽ അതിനൊന്നും സാമ്പത്തികമായ ദോഷം പ്രത്യേകിച്ച് ഒക്ടോബറിന് ശേഷം കൂടുതലായി വരുന്നതുകൊണ്ട് ഇവർക്ക് ആശുപത്രി സംഭവമായ കാര്യങ്ങളോ മരുന്ന് വാങ്ങുന്നതിൻ്റെ കാര്യത്തിലോ ഒന്നും ഒട്ടും ദോഷമുണ്ടാകുന്നതായി കാണുന്നില്ല. 2026 ഡിസംബർ മുതൽ ഇവരുടെ പിതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അത് ഈ ഒരു മാസം, അതായത് 2026 ഡിസംബർ മുതൽ ഏകദേശം 2027 ജനുവരി അവസാനം വരെയുള്ള കാലത്തിൽ അതിനെന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ ശേഷം അതിൽ നല്ല വിജയമാണ് കാണുന്നത്. പ്രത്യേകിച്ച് 2027 മാർച്ച് തൊട്ട് ഏകദേശം 2027 ജൂൺ വരെ സാമ്പത്തികമായി പ്രവർത്തിക്കുന്ന മേഖലയിലും വിദേശ സംബന്ധമായി ചെയ്യുന്ന മേഖലകളിലുമൊക്കെ തന്നെ ഇവർക്ക് വിജയം കാണുന്നു. നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, തൊട്ട് മുൻപിലത്തെ മാസങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലോ പഠനത്തിലോ അവിടുത്തെ ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്ഥിരവാസത്തിനുള്ള കാര്യത്തിലോ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു 2027 മാർച്ച് മുതൽ 2027 ജൂണിനകം. 2027 ജൂണിന് ശേഷം പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്വന്തം ശരീരത്തിൻ്റെ അവശതയാണ് പ്രധാനമായും ഇവരെ അലട്ടുക. ഏതെങ്കിലുമൊക്കെ ശസ്ത്രക്രിയയ്ക്കോ ഒക്കെ വിധേയനാകേണ്ടി വന്നേക്കാം. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വാഹനം സൂക്ഷിച്ച് ഓടിക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ നിഷ്കർഷ പാലിക്കണം എന്ന് കാണുന്നു. 2027 ജൂണിന് ശേഷം ഇവർക്ക് കുറച്ചുകൂടി ഇവരുടെ പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായും തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് കുറച്ചുകൂടി വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതായും കാണുന്നു. കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ തങ്ങളുടെ ബന്ധുക്കളോടും അതുപോലെ കുടുംബാംഗങ്ങളോടും സ്നേഹസംസരണമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങളിലെ വിജയം ഓഗസ്റ്റ് അവസാനം വരെയും കൃത്യമായിട്ട് ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 ഒക്ടോബർ അവസാനം വരെ ഭാഗ്യം ഇവർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാധീനം കൊണ്ട് അത് മാറിപ്പോവുകയും പുരോഗതിയിലേക്ക് വരികയും ചെയ്യും. സാമ്പത്തികമായ നേട്ടം, മക്കളുടെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ മംഗളകരമായ കാര്യങ്ങളിൽ വളരെ പുരോഗതിയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും വീട് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിലും ഗുണമുണ്ടാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ 2026 ഒക്ടോബർ അവസാനം വരെയും ഇവർക്ക് ഗുണമാണ് കാണുന്നത്. 2026 ഒക്ടോബർ അവസാനത്തിന് ശേഷം ഇവർക്ക് കേന്ദ്ര അധികാരികളുമായോ അല്ലെങ്കിൽ സംസ്ഥാനതല അധികാരികളുമായോ ചില പിണക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, സ്വകാര്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടുത്തെ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. നിയമത്തിൻ്റെയോ കോടതിയുടെയോ ചില വശങ്ങൾ ഇവർക്കെതിരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 2026 നവംബർ മുതൽ 2027 ജനുവരി അവസാനം വരെയാണ് ഇത് കാണുന്നത്. അതിനുശേഷം വീണ്ടും ഇവർക്ക് ഭാഗ്യം അനുകൂലമാകും, ധനപരമായ നേട്ടവും ഒക്കെ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം വരെ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അതായത് 2026 സെപ്റ്റംബർ മാസം അവസാനം വരെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ, പ്രത്യേകിച്ച് മീനക്കൂറുകാരുടെ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. മീനക്കൂറുകാർ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും ഇടപെടുന്ന കാര്യത്തിൽ, വേഗത ആവശ്യപ്പെടുന്ന കാര്യത്തിലും, അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുന്ന കാര്യത്തിലുമൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. ഇലക്ട്രിസിറ്റിയോടും തീയോടും ഇടപഴകുമ്പോഴും അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തണമെന്ന് മീനക്കൂറുകാരിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയുന്നു. 2026 ഡിസംബറിന് ശേഷം 2027 ഫെബ്രുവരി വരെ ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അകന്നു ജീവിക്കേണ്ടി വരികയോ എന്തെങ്കിലുമൊക്കെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് 2027 ഫെബ്രുവരി മുതൽ 2027 മാർച്ച് വരെയുള്ള 1.5 മാസക്കാലം വളരെ ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ. സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണ്ടിവരുന്ന തരത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കീഴുദരം, ലോവർ അബ്ഡമിൻ ഭാഗം, ലിവർ, വൃക്ക ഈ വരുന്ന ഭാഗത്തൊക്കെ വളരെ ശ്രദ്ധ വേണം. നട്ടലിൻ്റെ കീഴ്ഭാഗം, വസ്തിപ്രദേശം, ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ദുരിതാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ 2027 മെയ്ക്ക് ശേഷം ഏതാണ്ട് ഓഗസ്റ്റ് മാസം വരെ ഇവരുടെ സാമ്പത്തിക മേഖല വളരെ വർദ്ധിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും കർമ്മ മേഖലയിൽ കൂടുതൽ ഇവർക്ക് തിളക്കമുള്ള ചില അധ്യായങ്ങൾ കുറിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. വലിയ തോതിൽ സാമ്പത്തിക മേന്മ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ വീട് വയ്ക്കാനുള്ള സാധ്യതയും മക്കളുടെ വിവാഹ സംബന്ധമായ കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാവുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ഒക്കെ കാണുന്നു. സ്വന്തം ആരോഗ്യ സംരക്ഷണം, മക്കളുടെ ആരോഗ്യ സംരക്ഷണം, വീട് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പണം ചെലവഴിക്കേണ്ടി വരും. 2027 ജൂണിന് ശേഷം ഇവർക്ക് കുറച്ചുകൂടി ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. നെഞ്ചിൽ ഒരു കനത്ത ഭാരം വെച്ചതുപോലെയുള്ള ശ്വാസം മുട്ടലിൻ്റെ അവസ്ഥ പോലെ ഉണ്ടായിരുന്ന ദുസ്സഹമായ ചില അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നു. അനുകൂലമായ പല കാര്യങ്ങളും വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം പകുതി വരെ ഇത്തരം കാര്യത്തിൽ ഇവർക്ക് ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.